എല്ലാവർക്കും തെറ്റുകൾ പറ്റിയേക്കാം. പക്ഷെ ആ തെറ്റുകൾ മനസ്സിലാക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നിൽ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം തുറന്നു വരിക. ഒരിക്കൽ പരാജയപ്പെട്ട മേഖലയിൽ പിന്നീട് ഒരിക്കലും വിജയിക്കില്ല എന്ന് കരുതരുത്. മറിച്ച് എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു എന്ന തിരിച്ചറിവാണ് വേണ്ടത്. പരാജയത്തിനുണ്ടായ കാരണങ്ങളാണ് അറിയേണ്ടതും തിരുത്തേണ്ടതും. കാരണങ്ങൾ ഓരോന്നായി തിരിച്ചറിഞ്ഞ് ആ കാരണങ്ങളെ ഇനി ഒരിക്കലും പിഴവ് വരുത്താത്ത വിധത്തിൽ ഇല്ലാണ്ടാക്കുക. നമ്മൾ അത്ര പോലും സൗകര്യമില്ലാത്തവർ നമ്മളെക്കാൾ നന്നായി ചെയ്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ട കാരണങ്ങളെ പഴിക്കാൻ അർഹരല്ല. ആ വിജയിച്ചവരെല്ലാം എടുത്ത അത്ര എഫേർട്ട് നമ്മൾ എടുത്തിട്ടില്ലെന്ന് കരുതേണ്ടി വരും. അതുതന്നെയല്ലേ എൻ്റെ സത്യവും. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്നോ നമ്മൾ ഇവിടെ തന്നെ കാണും. നത്തിങ് മോർ, നത്തിങ് ലെസ്. മടി പലപ്പോഴും ഒരു വില്ലനാണ്. തുടക്കത്തിലെ തിടുക്കവും കാലക്രമേണ കുറഞ്ഞു വരുന്നു. നമ്മൾ നോക്കിയിട്ടില്ലെങ്കിലും അവ വളർന്നോളും. 1-2 ദിവസം നോക്കാണ്ടിരുന്നിട്ടും അവയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മുടെ തകർച്ചയുടെ തുടക്കം. ആ 1-2 ദിവസം പിന്നെ 3-4 ദിവസത്തേക്ക് വ്യാപിക്കും. നഷ്ടങ്ങൾ 1-2 നിന്ന് 4-5-10 അവസാനം മുഴുവനായി ഇല്ലാണ്ടാവും. ഞാനും പണ്ട് കരുതിയിരുന്നു എന്നും പോയി നോക്കാൻ എന്താ ഇത്തിരി തീറ്റിട്ട് കൊടുത്താൽ പോരെയെന്ന്. പക്ഷെ ഇപ്പോൾ എനിക്ക് ആ ചിന്തയില്ല. വെറുതെയെങ്കിലും കുറച്ച് നേരം അവരുടെ അടുത്ത് പോയി നിന്നാൽ, അല്ലെങ്കിൽ എന്നൊരു ചെറിയ സമയം കറക്റ്റായി ഫീഡ് ചെയ്യാൻ നിന്നാൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ നമുക്കവരുടെ വളർച്ച ഓരോ ദിവസവും ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫീൽ ചെയ്താൽ ഒരിക്കൽ പോലും അവയ്ക്ക് കൊടുക്കേണ്ട ആ സമയം മറ്റാർക്കും കൊടുക്കില്ല. ഇപ്പോൾ എന്നും പോയി നോക്കുക എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും പുതിയൊരു കാര്യം. ഇപ്പോൾ ഇന്ന് പോയി നോക്കിയ സമയത്താണെങ്കിൽ തന്നെ വയറ് വന്ന 2 ഫീമെയിലുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഇതിനെ എപ്പോഴും പുറകെ നടന്നിങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതതിനെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, അതിനെ മാറ്റിയിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കയ്യിൽ ബ്രീഡിങ് കേജ് ഒന്നും സെറ്റപ്പ് ഇല്ലാഞ്ഞിട്ടാണ് ഇതിനെ മാറ്റിയിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബ്രീഡിങ് കേജിലിട്ടാൽ തന്നെ മതി, നല്ലതാണ്. വെള്ളത്തിൽ ഇറക്കി വെക്കണ ഒരു ബ്രീഡിങ് കേജ് പണ്ടുണ്ടാക്കിയിരുന്നു. അതിപ്പോഴും കയ്യിലുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ഹൈറ്റുള്ളതുകൊണ്ട് ആ ഹൈറ്റിൽ അത് വയ്ക്കാൻ പറ്റില്ല. ബ്രീഡ് ആവാനായ ഗപ്പികളെ പിടിക്കുമ്പോൾ എപ്പോഴും നല്ലോണം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ക്രാഷ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. നല്ല കെയർ കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെ 2നെ പാത്രത്തിലാക്കി നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യാൻ പറ്റും, ഗപ്പിനെ. അതുകൊണ്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.